السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. قال الله سبحانه وتعالى في قرآنه المجيد: أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. يا أيها الذين آمنوا يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. صدق الله العلي العظيم. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹങ്ങൾ ഒരുക്കി വച്ചിരിക്കുന്ന, പ്രാർത്ഥനക്കുത്തരം നൽകുന്ന, സൽക്കർമ്മങ്ങൾക്ക് അനേകമിരട്ടി പ്രതിഫലം നൽകുന്ന പരിശുദ്ധ റമളാനിൽ ആ പുണ്യങ്ങൾ കരഗതമാക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വ്രതാനുഷ്ഠാനം മുസ്ലിങ്ങളുടെ മാത്രം ആരാധനാരീതിയല്ല എന്ന് നമുക്കറിയാം. ലോകത്തറിയപ്പെട്ട എല്ലാ മതങ്ങളിലും വ്രതാനുഷ്ഠാനം ഏറിയോ കുറഞ്ഞോ വിവിധ രൂപങ്ങളിൽ കാണപ്പെടുന്നുണ്ട്. എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക പറയുന്നത്, ലോകത്ത് അറിയപ്പെടുന്ന എല്ലാ മതങ്ങളിലും വ്രതം ഒരു ആരാധനാരീതിയായി പരിചയപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്നാണ്. സൗരാഷ്ട്ര മതത്തിന് മാത്രമേ വ്രതം ഒരു ആരാധനാരീതിയായിട്ട് നിഷ്കർഷിക്കാത്തതായിട്ടുള്ളൂ. ആത്മീയ ശുദ്ധീകരണവും ക്ഷമയുടെ പരിശീലനവും ദുഃഖാചരണം, ത്യാഗം, വിജ്ഞാന സമ്പാദനം തുടങ്ങിയ ഒട്ടേറെ ലക്ഷ്യങ്ങൾ വിവിധ മതങ്ങൾ ഉപവാസത്തിന്റെ ലക്ഷ്യങ്ങളായി പഠിപ്പിച്ചിട്ടുണ്ട്. മതങ്ങൾ മാത്രമല്ല, തത്വചിന്തകന്മാരും ശാസ്ത്രജ്ഞന്മാരും ഭിഷഗ്വരന്മാരുമൊക്കെ ഉപവാസത്തെ ഒരു ചികിത്സാരീതി എന്ന രൂപത്തിലും മനസ്സിനെ ഏകാഗ്രമാക്കുന്ന ഒരു ഉപവാസരീതി എന്ന രൂപത്തിലും സ്വീകരിച്ചതായി കാണുവാൻ കഴിയും. അരിസ്റ്റോട്ടിൽ, പ്ലേറ്റോ തുടങ്ങിയ സോക്രട്ടീസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ, ഹിപ്പോക്രാറ്റസ് തുടങ്ങിയ മഹാന്മാരായ ആളുകൾ ഉപവാസം സ്വീകരിക്കുകയും അത് മനസ്സിനെയും ശരീരത്തെയും നിയന്ത്രിക്കുവാനുള്ള ചികിത്സാരീതിയായി ഉപയോഗപ്പെടുത്തുകയും ചെയ്തതായി നമുക്ക് കാണാൻ കഴിയും. ബൈബിൾ പോലുള്ള വേദഗ്രന്ഥങ്ങൾ മോശെ, ഏലിയാവ്, ദാനിയേൽ, യേശു തുടങ്ങിയ പ്രവാചകന്മാർ വ്രതാനുഷ്ഠാനം നടത്തിയതായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഈ പറഞ്ഞതിനർത്ഥം വ്രതം മുസ്ലിങ്ങളുടെ മാത്രം ഒരു ആരാധനാരീതി എന്നതിലപ്പുറം വ്രതാനുഷ്ഠാനം ഒരു പൗരാണിക ആരാധനാരീതിയായിരുന്നു എന്നാണ്. ഖുർആനും അങ്ങനെ തന്നെയാണ് വ്രതത്തെ പരിചയപ്പെടുത്തുന്നത്. നോമ്പ് നിർബന്ധമാക്കിക്കൊണ്ട് അല്ലാഹു
സത്യവിശ്വാസികളോട് പറഞ്ഞത് സൂറത്തുൽ ബഖറ 183 ആയത്തിൽ നമുക്ക് ഇങ്ങനെ വായിക്കാം: യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, കുത്തിബ അലൈക്കുമുസ് സിയാമു കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നിർബന്ധമാക്കിയതുപോലെ ഇതാ നിങ്ങൾക്കും വ്രതാനുഷ്ഠാനം നിർബന്ധമാക്കിയിരിക്കുന്നു. ലഅല്ലക്കും തത്തഖൂൻ, അതുവഴി നിങ്ങൾ സൂക്ഷ്മതയുള്ളവരും ഭയഭക്തിയുള്ളവരുമായി മാറിയേക്കാം. അപ്പോൾ പുരാതന പൗരാണിക സമൂഹങ്ങൾക്ക് നിർണയിച്ചു കൊടുത്ത ഒരു ആരാധനാ രീതിയായിരുന്നു വ്രതമെന്നും ആ ആരാധന നിങ്ങൾക്കും നിർബന്ധമാക്കിയിരിക്കുകയാണ് എന്നുമാണ് ഖുർആൻ ഇവിടെ സത്യവിശ്വാസികളോട്, മുസ്ലിങ്ങളോട് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് നിലവിലുള്ള പ്രധാന മതങ്ങളിൽ വ്രതാനുഷ്ഠാനം എങ്ങനെയാണ് കൈകാര്യം ചെയ്യപ്പെടുന്നത് എന്ന് പഠിക്കുന്നത്, മനസ്സിലാക്കുന്നത് ഗുണകരമായിരിക്കും. പ്രത്യേകിച്ച് മുമ്പ് കഴിഞ്ഞുപോയ സമുദായങ്ങൾക്കും നാം നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു എന്ന് ഖുർആൻ പറഞ്ഞ സാഹചര്യത്തിൽ, പൊതുവായി പറഞ്ഞാൽ ഈ ഭിന്ന മതങ്ങളിലുള്ള വ്രതാനുഷ്ഠാനങ്ങളൊക്കെ ചില സാമ്യങ്ങൾ പുലർത്തുകയും എന്നാൽ വിശദാംശങ്ങളിൽ ഭിന്നത പുലർത്തുകയും ചെയ്യുന്നതായി കാണാൻ സാധിക്കും. മാനസികമായ ആത്മീയമായ വളർച്ചയാണ്, ആത്മീയമായ ഉത്കർഷമാണ് എല്ലാ മതങ്ങളും ഈ വ്രതാനുഷ്ഠാനം കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. നമുക്ക് ജൂതമതത്തിൽ നിന്ന് തുടങ്ങാം. ജൂത കലണ്ടറിൽ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ വ്രതത്തിനായി, നോമ്പിനായി നീക്കിവെച്ചിട്ടുള്ളൂ. ഒരു റിപ്പോർട്ട് പ്രകാരം 7 ദിവസങ്ങൾ മാത്രമേ ജൂതന്മാർക്ക് നോമ്പ് അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ളൂ. പ്രഭാതം മുതൽ പ്രദോഷം വരെയാണ് സാധാരണഗതിയിലുള്ള നോമ്പിന്റെ സമയം ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം. കുറച്ചുകൂടെ വിശദമായി പറഞ്ഞാൽ സൂര്യോദയം മുതൽ രാത്രി സന്ധ്യാ നക്ഷത്രം കാണുന്നതുവരെ എന്ന് പറയാം. ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ നോമ്പുദിനം യൗമു കിപ്പൂർ എന്ന പേരിൽ അറിയപ്പെടുന്ന പശ്ചാത്താപ ദിനം അല്ലെങ്കിൽ പ്രായശ്ചിത്ത ദിനമായ യൗമു കിപ്പൂറാണ്. മുസ്ലിങ്ങളിലെ അല്ലെങ്കിൽ ഇസ്ലാമിലെ ലൈലത്തുൽ ഖദ്ർ പോലെ ഒരു ദിനം. അന്നാണത്രേ ലോകത്തുള്ള സകല ജൂതന്മാരുടെയും ഒരു വർഷത്തേക്കുള്ള വിധി നിർണയിക്കുന്നത്. ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്നത് വിധി നിർണയ രാവാണ് എന്ന് ഈ സന്ദർഭത്തിൽ നമുക്ക് ഓർമ്മിക്കാവുന്നതാണ്. അതുപോലെ ജൂതന്മാരുടെ ഒരു വർഷത്തേക്കുള്ള വിധി ഭാഗധേയം നിർണയിക്കുന്ന രാവാണ്, ദിവസമാണ് യൗമു കിപ്പൂർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ യൗമു കിപ്പൂർ ജൂത കലണ്ടറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമായി മാറുകയാണ്. അന്ന് വ്രതം ഒരു സന്ധ്യയിൽ ആരംഭിച്ച് അടുത്ത സന്ധ്യ വരെ നീണ്ടു നിൽക്കുന്നു. കുൽ നിദ്റെ എന്ന സന്ധ്യാപ്രാർത്ഥനയോടെയാണ് ജൂതന്മാർ തങ്ങളുടെ അന്നത്തെ വ്രതം ആരംഭിക്കുന്നത്. സിനഗോഗുകളിൽ വെച്ച് സന്ധ്യാപ്രാർത്ഥനയോടുകൂടി ആരംഭിച്ച് പിറ്റേന്ന് സന്ധ്യ വരെ നീണ്ടു നിൽക്കുന്ന ഒരു ദിവസം നീണ്ട 24-25 മണിക്കൂർ നീണ്ട പ്രാർത്ഥനയാണ് യൗമു കിപ്പൂരിലെ പ്രധാനപ്പെട്ട നോമ്പ്. തിശാബ എന്ന പേരിലുള്ളതാണ് മറ്റൊരു പ്രധാന വ്രതാനുഷ്ഠാനം. അത് അനുശോചനത്തിന്റെ വ്രതാനുഷ്ഠാനമാണ്. തങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ ദുരന്തങ്ങളുടെ ഓർമ്മയിൽ, ദുഃഖങ്ങളുടെ ഓർമ്മയിലുള്ള അനുശോചന നോമ്പാണ് തിശാബ എന്ന പേരിൽ അറിയപ്പെടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട നോമ്പ്. പിന്നീട് ഗദലിയ നോമ്പ്, തിവത്ത് 10-ാം ദിവസത്തിലുള്ള നോമ്പ്, തമ്മൂസ് 10-ാം നാളിലെ നോമ്പ്, ഈസ്റ്റർ നോമ്പ്, മൂത്ത പുത്രന്റെ നോമ്പ് തുടങ്ങിയ മറ്റു ചെറിയ നോമ്പുകളും വ്രതങ്ങളും ജൂതമതത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ മോശയുടെ നിയമത്തിൽ അനുശാസിക്കപ്പെട്ട ഏക വ്രതം കിപ്പൂർ ദിനത്തിലെ വ്രതമാണ് എന്നാണ് പറയപ്പെടുന്നത്. ബൈബിൾ പഴയ നിയമത്തിൽ ലേവ്യ പുസ്തകം
16-ാം അധ്യായം 29 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് ഇങ്ങനെ വായിക്കാം: ഇത് നിങ്ങൾക്ക് എന്നേക്കുമുള്ള ചട്ടമായിരിക്കണം. 7-ാം മാസം 10-ാം തീയതി നിങ്ങൾ ആത്മതപനം ചെയ്യണം. സ്വദേശിയും നിങ്ങളുടെ ഇടയിൽ പാർക്കുന്ന പരദേശിയും യാതൊരു ജോലിയും ചെയ്യരുത്. ആ ദിവസത്തിലാണല്ലോ യഹോവയുടെ സന്നിധിയിൽ നിങ്ങളെ ശുദ്ധീകരിക്കുന്നതിന് നിങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിക്കുകയും നിങ്ങളുടെ സകല പാപങ്ങളും നീക്കി നിങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് വിശുദ്ധ സ്വസ്ഥതയുള്ള ശബ്ബത്ത് ആയിരിക്കണം. നിങ്ങൾ ആത്മതപനം ചെയ്യണം. അത് നിങ്ങൾക്ക് എന്നേക്കുമുള്ള ചട്ടമാകുന്നു. ലേവ്യപുസ്തകം 16-ാം അധ്യായം 29 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. ജൂതന്മാരുടെ നോമ്പിൽ പക്ഷേ ഭക്ഷണ പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ ഭക്ഷണപാനീയങ്ങൾ മാത്രമല്ല ഉപേക്ഷിക്കപ്പെടുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ആ ദിവസത്തിൽ ജോലി ചെയ്യാൻ പാടില്ല, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല എന്ന് മാത്രമല്ല, കുളിക്കുവാനോ അലക്കുവാനോ വരെ പാടില്ല. ലെതർ ചെരുപ്പുകളും ആഭരണങ്ങളും ഉപയോഗിക്കാൻ പാടില്ല. ഇത്രയും കണിശവും പ്രാകൃതവും പരുഷവുമാണ് അവർക്ക് നിർണയിച്ചിട്ടുള്ള നോമ്പ് എന്നാണ് ജൂതന്മാരുടെ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. എന്നാൽ രോഗികൾക്കും ഗർഭിണികൾക്കും ഇസ്ലാമിലെ പോലെ തന്നെ നോമ്പിൽ വ്രതാനുഷ്ഠാനത്തിൽ ഇളവുകൾ ജൂതമതവും അനുവദിച്ചു കൊടുക്കുന്നുണ്ട്. 3 പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളാണ് ജൂതന്മാർ നോമ്പിന് ഉള്ളതായി പറയുന്നത്. ഒന്ന്, തെറ്റുകളുടെ പ്രായശ്ചിത്തവും അതുപോലെ വിട്ടുപോയ, ചെയ്യാൻ കഴിയാതെ പോയ സൽക്കർമ്മങ്ങളുടെ പ്രായശ്ചിത്തവുമാണ് നോമ്പ്. മറ്റൊരു ലക്ഷ്യം തങ്ങൾ അനുഭവിച്ച ദുരന്തങ്ങളുടെയും കഷ്ടപ്പാടുകളുടെയും അനുശോചനം, മുമ്പ് കഴിഞ്ഞുപോയ ദുരന്തങ്ങളുടെ ഓർമ്മക്ക് അനുശോചനമായിക്കൊണ്ട് നോമ്പനുഷ്ഠിക്കുക. മൂന്നാമതൊരു ലക്ഷ്യമായി പറയുന്നത് തങ്ങൾക്ക് മോക്ഷം നൽകിയ ദൈവത്തോട് നന്ദി കാണിച്ചുകൊണ്ട് നന്ദി സൂചകമായി നോമ്പനുഷ്ഠിക്കുക. വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ജൂത കലണ്ടറിൽ വ്രതാനുഷ്ഠാനങ്ങൾക്ക് നീക്കിവച്ചിട്ടുള്ളൂ എങ്കിലും പുതിയ വ്രതങ്ങൾ ഉണ്ടാക്കുവാനും തീരുമാനിക്കുവാനും അത് വിശ്വാസികളുടെ മേൽ അടിച്ചേൽപ്പിക്കുവാനും സിനഗോഗുകൾക്ക് അവകാശവും അധികാരവുമുണ്ട്. പ്രത്യേകിച്ച് ദുരന്തങ്ങളോ ദുരിതങ്ങളോ ദുഃഖങ്ങളോ ഉണ്ടാവുകയാണെങ്കിൽ അതോടനുബന്ധിച്ച് പ്രത്യേകമായ നോമ്പുകൾ, വ്രതം നിർബന്ധമാക്കുവാനുള്ള അധികാരം പുരോഹിതന്മാരിൽ നിക്ഷിപ്തമാണ് എന്ന് സാരം. യൗമ് കിപ്പൂർ അല്ലാത്ത മറ്റു വ്രതങ്ങളെല്ലാം ഐച്ഛിക വ്രതങ്ങളാണ്. സാധാരണ സമാധാന രാജ്യത്താണ് ജീവിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ അധിനിവിഷ്ടമല്ലാത്ത രാജ്യത്താണ് ജീവിക്കുന്നതെങ്കിൽ മറ്റു വ്രതങ്ങളൊക്കെ ഐച്ഛികമാണ്, വേണമെങ്കിൽ എടുത്താൽ മതി. എന്നാൽ തങ്ങളുടെ രാജ്യം മറ്റൊരു രാജ്യം കീഴ്പ്പെടുത്തുകയും ആക്രമിക്കുകയും ചെയ്യുകയാണെങ്കിൽ അത്തരം സന്ദർഭങ്ങളിൽ മറ്റു വ്രതങ്ങളും നിർബന്ധ വ്രതങ്ങളായി കണക്കാക്കണം എന്നാണ് യഹൂദമതം പഠിപ്പിക്കുന്നത്. വ്രത ദിവസങ്ങളിൽ ദാനധർമ്മങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നു, ഇസ്ലാമിക സമൂഹം ചെയ്യുന്നത് പോലെ തന്നെ. പ്രത്യേകിച്ച് വ്രതം അവസാനിപ്പിക്കാനുള്ള സന്ധ്യാഭക്ഷണം പാവങ്ങൾക്ക് നൽകുന്ന കാര്യം ജൂതമതത്തിൽ ഏറെ പ്രോത്സാഹിപ്പിക്കപ്പെട്ടതാണ്. ഇങ്ങനെ വ്രതമനുഷ്ഠിച്ചുകൊണ്ട് ദാനധർമ്മങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ വ്രതത്തിന് അർത്ഥമുണ്ടാവുകയില്ല എന്നും അവരുടെ മതം പഠിപ്പിക്കുന്നുണ്ട്. ഇനി നമുക്ക് വ്രതം എങ്ങനെയാണ് ക്രിസ്തുമതം കൈകാര്യം ചെയ്തത് എന്ന് പരിശോധിച്ചു നോക്കാം. മിക്ക സഭകളും വ്രതം ഒരു ആരാധനാ രീതിയായി അംഗീകരിച്ചിട്ടുണ്ട്. എന്നാൽ വളരെ ചുരുക്കം ചില സഭകൾ വ്രതം ആചരിക്കാറില്ല. അത് തങ്ങളുടെ മതത്തിന് പുറത്തുള്ള ആചാര രീതിയാണ് എന്നാണ് അവരതിന് ന്യായീകരണമായി പറയാറുള്ളത്. എന്നാൽ ബൈബിൾ പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒട്ടേറെ സന്ദർഭങ്ങൾ നമുക്ക് വ്രതാനുഷ്ഠാന സംഭവങ്ങളായി നമുക്ക് വായിച്ചെടുക്കുവാൻ കഴിയും. 2 ശമൂവേൽ
15-ാമത്തെ സൂക്തം മുതൽ 25-ാമത്തെ വാക്യം വരെ ദാവീദ് പ്രവാചകൻ വ്രതമെടുത്തതിനെക്കുറിച്ചുള്ള സംഭവ വിവരണമാണ്. ദാവീദ് പട്ടാളക്കാരനെ, തന്റെ പട്ടാളക്കാരനായിരുന്ന വ്യക്തിയെ കൊലക്ക് കൊടുക്കുകയും കൊല്ലിക്കുകയും അയാളുടെ ഭാര്യയെ സ്വന്തമാക്കുകയും അങ്ങനെ ആ കൈക്കലാക്കിയ ഭാര്യയിലുണ്ടായ കുഞ്ഞിന് അസുഖം വന്നപ്പോൾ ആ അസുഖം മാറ്റിത്തരാൻ വേണ്ടി ഉപവസിച്ചതുമാണ് ഈ ശമൂവേൽ 2 ശമൂവേൽ 15 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്നാൽ ഇസ്ലാമിക പണ്ഡിതന്മാർ കാണുന്ന മാത്രയിൽ തന്നെ തള്ളിക്കളയുന്ന കള്ളക്കഥയാണിത്. കാരണം ഒരു പ്രവാചകനോട് ചേർത്ത് പറയാൻ പറ്റാത്ത, ഒരു പ്രവാചകനിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത, ഉണ്ടാകാൻ പാടില്ലാത്ത, ധാർമ്മിക വിശുദ്ധിക്ക് നിരക്കാത്ത കാര്യമാണ് ഇത് എന്നാണ് ഇസ്ലാമിക പണ്ഡിതന്മാർ ഏകസ്വരത്തിൽ പറയുന്നത്. പിൽക്കാലത്ത് ഏതോ കുബുദ്ധികൾ കൂട്ടിച്ചേർത്ത കള്ളക്കഥയാവാനേ ഇത് തരമുള്ളൂ എന്നാണ് ഇസ്ലാമിക പണ്ഡിതന്മാരുടെ അഭിപ്രായം. 2 ദിനവൃത്താന്തം 20-ാമത്തെ അധ്യായത്തിൽ 3-ാമത്തെ വാക്യത്തിൽ നമുക്ക് ഇങ്ങനെ കാണാം: യഹോശാഫത്ത് രാജാവ് യഹൂദയിലൊക്കെയും ഉപവാസം വിളംബരം ചെയ്തു. നിനേവയിലെ ജനങ്ങളോട് യോന ഉപവാസം അനുഷ്ഠിക്കാൻ ആവശ്യപ്പെട്ടതായി ജോന 3-ാം അധ്യായം 7-ാം വാക്യത്തിലും നമുക്ക് കാണാം. അവൻ നിനേവയിൽ എങ്ങും ഘോഷിപ്പിച്ച് പരസ്യമാക്കിയത് എന്തെന്നാൽ, രാജാവിന്റെയും അവന്റെ മഹത്തുക്കളുടെയും ആജ്ഞയാണിത്. മനുഷ്യനോ മൃഗമോ കന്നുകാലിയോ ആടോ ഒന്നും ഒരു വസ്തുവും ആസ്വദിക്കുകയരുത്, മേയുകയും വെള്ളം കുടിക്കുകയും അരുത്. ജോന 3-ാം അധ്യായം 7-ാം വാക്യം. യേശു തന്റെ ശിഷ്യന്മാരോട് ഉപവസിക്കാൻ ആവശ്യപ്പെട്ടതായി മത്തായി 6-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് കാണുവാൻ കഴിയും. യേശു പറഞ്ഞു, നിങ്ങൾ ഉപവസിക്കുമ്പോൾ കപടഭക്തന്മാരെ പോലെ വിഷാദം നടിക്കരുത്. നിങ്ങൾ ഉപവസിക്കുന്നു എന്ന് മനുഷ്യരെ ധരിപ്പിക്കാൻ, തങ്ങൾ ഉപവസിക്കുന്നു എന്ന് മനുഷ്യരെ ധരിപ്പിക്കാൻ അവർ മുഖം വിരൂപമാക്കുന്നു. സത്യമായും ഞാൻ നിങ്ങളോട് പറയുന്നു, അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. നീ ഉപവസിക്കുമ്പോൾ തലയിൽ എണ്ണ പുരട്ടുകയും മുഖം കഴുകുകയും ചെയ്യണം. അങ്ങനെ രഹസ്യത്തിലിരിക്കുന്ന നിന്റെ പിതാവൊഴികെ ആരും നിന്റെ ഉപവാസത്തെക്കുറിച്ച് അറിയാതിരിക്കട്ടെ. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് സമ്മാനം നൽകുകയും ചെയ്യും. മത്തായി 6-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. ജൂത സമൂഹത്തിന്റെ അതേ വ്രതം തന്നെയാണ് യേശുവും തന്റെ സമൂഹത്തെ പഠിപ്പിച്ചത് എന്ന് കാണുവാൻ കഴിയും. കാരണം മോശയെ പഠിപ്പിച്ച വ്രതാനുഷ്ഠാന രീതിയിൽ എന്തെങ്കിലും ഒരു മാറ്റം യേശു നിർദ്ദേശിച്ചതായി എവിടെ നിന്നും നമുക്ക് തെളിവ് കണ്ടെത്താൻ സാധ്യമല്ല. അതിനർത്ഥം മോശയെ പഠിപ്പിച്ച അതേ വ്രതാനുഷ്ഠാന രീതി തന്നെയാണ് യേശുവും പിന്തുടർന്നത് എന്നും അതേ രീതി തന്നെയാണ് തന്റെ അനുയായികളോട് പിന്തുടരാൻ അദ്ദേഹം ആവശ്യപ്പെട്ടത് എന്നും നമുക്ക് കാണുവാൻ കഴിയും. അതിനർത്ഥം മോശയെ പഠിപ്പിച്ചതുപോലെ പൂർണ്ണമായും ഭക്ഷണപാനീയങ്ങൾ വിട്ടുനിൽക്കുന്ന ഒരു വ്രതാനുഷ്ഠാന രീതിയായിരുന്നു യേശുവും നടപ്പാക്കിയത്, യേശുവും അനുഷ്ഠിച്ച് കാണിച്ചു കൊടുത്തത് എന്നാണ്. എന്നാൽ പിൽക്കാലത്ത് ചർച്ചിന്റെ നിർദ്ദേശങ്ങൾ പിന്തുടരുന്ന ക്രിസ്ത്യാനികൾ ഈ രൂപത്തിൽ നോമ്പനുഷ്ഠിക്കാതെയായി. ഇന്നും ക്രിസ്ത്യാനികൾ ഇപ്പറയുന്ന രൂപത്തിൽ പൂർണ്ണമായും ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ടുള്ള നോമ്പ് ഭൂരിഭാഗം ആളുകളും അനുഷ്ഠിക്കുന്നില്ല. കുറച്ച് ദിവസത്തേക്ക് മാംസം ഒഴിവാക്കുന്നു, അല്ലെങ്കിൽ പകലിൽ ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കുന്നു. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വ്രതാനുഷ്ഠാനത്തിൽ മദ്യം പോലും വിലക്കപ്പെട്ടതല്ല. ഓർത്തഡോക്സ് ചർച്ചിനെ സംബന്ധിച്ചിടത്തോളം 4 സീസണിലാണ് വ്രതാനുഷ്ഠാനമുള്ളത്. ആ സന്ദർഭങ്ങളിൽ മാംസഭക്ഷണവും എണ്ണയും മദ്യവുമൊക്കെ അവർ ഉപേക്ഷിക്കുന്നു. റോമൻ കത്തോലിക്കരെ സംബന്ധിച്ചിടത്തോളം ഉപവാസമെന്നാൽ അളവിലും തവണയിലും കുറവ് വരുത്തലാണ്.
സമ്പൂർണ്ണ ഭക്ഷണം ഒരു നേരം മാത്രമേ അവർ ഉപവാസകാലത്ത് കഴിക്കുകയുള്ളൂ. ദിവസം മുഴുവൻ മാംസാഹാരം ഉപേക്ഷിക്കുന്ന രീതിയാണ് പൂർണ്ണവ്രതത്തിന്റെ രീതി എന്നവർ മനസ്സിലാക്കുന്നു. എന്നാൽ ചെറിയ ഉപവാസത്തിൽ ദിവസത്തിൽ ഒരിക്കൽ മാംസാഹാരം കഴിക്കാവുന്നതാണ്. പിന്നീട് പോപ്പ് പയസ് എട്ടാമൻ 1956 പോപ്പ് പോൾ ആറാമൻ 1966 വ്രതത്തിൽ ഇളവുകൾ വരുത്തിയത് ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാവുകയുണ്ടായി. പുതിയ നിയമത്തിൽ വ്രതമനുഷ്ഠിക്കേണ്ടത് എങ്ങനെയെന്ന് വ്യക്തമായ നിർദ്ദേശമില്ലാത്തതിനാലാവാം ഇങ്ങനെ വ്യത്യസ്തങ്ങളായ രൂപങ്ങൾ വരികയും കൃത്യമായ ഒരു രീതി അതിനില്ലാതെ പോവുകയും ചെയ്തത്. എന്തായിരുന്നാലും ഈസ്റ്ററിന്റെ മുന്നോടിയായുള്ള 40 ദിവസത്തെ നോമ്പാണ് കത്തോലിക്കരെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട നോമ്പ് ദിവസം. 14 വയസ്സിന് മുകളിലുള്ള എല്ലാ ആളുകളും 40 ദിവസം നോമ്പെടുത്തിരിക്കണം. ആ നോമ്പിന്റെ പ്രധാനപ്പെട്ട ഉപാധി അല്ലെങ്കിൽ നിബന്ധന മാംസാഹാരം ഈ 40 ദിവസവും കഴിക്കാൻ പാടില്ല എന്നതാണ്. എന്നാൽ കുറച്ചുകൂടി ഇളവ് നൽകി നോമ്പനുഷ്ഠിക്കുന്ന ആളുകൾ, കുറച്ചുകൂടി ഇളവ് അനുഭവിച്ച് നോമ്പനുഷ്ഠിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദിവസത്തിൽ ഒരിക്കൽ മാംസാഹാരം ആകാവുന്നതാണ് എന്നും നമുക്ക് കാണുവാൻ കഴിയും. ബൈബിളിൽ 40 ദിവസം നോമ്പെടുത്ത 3 സംഭവങ്ങൾ നമുക്ക് വായിക്കുവാൻ കഴിയും. ഒന്ന്, പുറപ്പാട് പുസ്തകം 34 അധ്യായത്തിൽ 28 വാക്യത്തിൽ. 2, 1 രാജാക്കന്മാർ 19 അധ്യായത്തിൽ 8 വാക്യത്തിൽ. മറ്റൊന്ന്, മത്തായിയുടെ സുവിശേഷം 4 അധ്യായം തുടങ്ങുന്ന 1-2 വാക്യങ്ങളിൽ. ഈ 3 സ്ഥലത്തും 40 ദിവസത്തെ നോമ്പ് നമുക്ക് കാണുവാൻ കഴിയും. ഉദാഹരണത്തിന് പുറപ്പാട് 34 അധ്യായം 28 സൂക്തത്തിൽ മോശെ 10 കൽപ്പനകൾ വാങ്ങാൻ പോയ സംഭവം വിശദീകരിക്കുന്നിടത്ത് പറയുന്നു, അവൻ അവിടെ ഭക്ഷണം കഴിക്കാതെയും വെള്ളം കുടിക്കാതെയും 40 പകലും 40 രാവും യഹോവയുടെ കൂടെ ആയിരുന്നു. അവൻ 10 കൽപ്പനയായ നിയമത്തിന്റെ വചനങ്ങളെ പലകയിൽ എഴുതിക്കൊടുത്തു. ഇത് നമുക്ക് പുറപ്പാട് പുസ്തകത്തിൽ 34 അധ്യായത്തിൽ 28 വാക്യത്തിൽ കാണാം. മറ്റൊന്ന്, 1 രാജാക്കന്മാർ 19 അധ്യായം 8 സൂക്തത്തിൽ ഇങ്ങനെ കാണാം, അവൻ അഥവാ ഏലിയാവ് എഴുന്നേറ്റ് നിന്ന് കുടിച്ചു. ആ ആഹാരത്തിന്റെ ബലം കൊണ്ട് 40 രാവും 40 പകലും ദൈവത്തിന്റെ പർവ്വതം വരെ അദ്ദേഹം നടന്നു എന്ന്. മത്തായിയുടെ സുവിശേഷം ആരംഭിക്കുന്നത് തന്നെ ഇങ്ങനെയാണ്. പിന്നീട് മത്തായിയുടെ സുവിശേഷത്തിലെ 4 അധ്യായം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. പിന്നീട് പിശാചിന്റെ പ്രലോഭനം നേരിടാനായി യേശുവിനെ ആത്മാവ് ഒരു ഭൂമിയിലേക്ക് നയിച്ചു. 40 രാവും 40 പകലും അവൻ ഉപവസിച്ചു. ശേഷം അവന് വിശന്നു. മത്തായി 4 അധ്യായം 1-2 വാക്യങ്ങൾ. ഇനി വ്രതം ഹിന്ദുമതത്തിൽ എങ്ങനെയാണ് കൈകാര്യം ചെയ്യപ്പെടുന്നത് എന്നുകൂടി പരിശോധിക്കാം. ഭൗതിക ശരീരത്തിന്റെ ആഗ്രഹങ്ങളെ മാറ്റിവെച്ച് ആത്മീയമായ നേട്ടം കൈവരിക്കാനാണ് ഹിന്ദുമതത്തിൽ വ്രതാനുഷ്ഠാനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. മനസ്സിനെ നിയന്ത്രിച്ച് ഏകാഗ്രമായി നിർത്തുക എന്നതാണ് അതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. എല്ലാ ഏകാദശി നാളിലും വ്രതമനുഷ്ഠിക്കാൻ അനുശാസിക്കപ്പെട്ടിരിക്കുന്നു. എല്ലാ ദ്വൈവാര ചാന്ദ്രിക ദിനങ്ങളിൽ 11ാമത്തെ ദിവസമാണത്രേ ഏകാദശി. ആ ദിവസത്തിൽ ജാതി ലിംഗ വ്യത്യാസമില്ലാതെ 8 വയസ്സ് മുതൽ 80 വയസ്സ് വരെയുള്ള എല്ലാവരും അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് ഏകാദശി വ്രതം അനുഷ്ഠിക്കണം എന്നാണ് ഹിന്ദുമതത്തിന്റെ ശാസന. ഉപവാസം മതാചാരങ്ങളുടെ ഒരു അവിഭാജ്യ ഘടകമായി നമുക്ക് കാണാൻ കഴിയും. പല നാട്ടിലും
പല സമൂഹങ്ങളിലും ഭിന്ന രീതികളിലാണെന്ന് മാത്രം. മാസത്തിൽ ചില പ്രത്യേക ദിവസങ്ങളിൽ നോമ്പനുഷ്ഠിക്കുന്നവരുണ്ട്. ഏകാദശി നാളിലും പൗർണമി നാളിലും വ്രതമനുഷ്ഠിക്കുന്നവരുണ്ട്. എന്നാൽ മറ്റു ചില വിഭാഗങ്ങൾ ചില പ്രത്യേക ആഴ്ചകൾ വ്രതത്തിനായി തെരഞ്ഞെടുക്കുന്നതായി കാണാം. മതപരമായ ആഘോഷ ദിവസങ്ങളിൽ ഉപവാസം ഹിന്ദുമതത്തിൽ പതിവാണ്. ശിവരാത്രി, നവരാത്രിയുടെ 9 രാവുകൾ തുടങ്ങിയവ ഇതിന് ഉദാഹരണങ്ങളായി നമുക്കെടുക്കാം. നവവധുക്കൾ മാത്രം അനുഷ്ഠിക്കുന്ന ചില ഉപവാസങ്ങൾ ഉത്തരേന്ത്യയിൽ മാത്രം കാണുന്ന രീതിയാണ്. നല്ല കുടുംബജീവിതത്തിനും ഭർത്താവിന്റെ ദീർഘായുസ്സിനും വേണ്ടി ഇത്തരത്തിലുള്ള ഉപവാസങ്ങൾ ഹിന്ദുമതത്തിലെ സ്ത്രീകൾ അനുഷ്ഠിക്കാറുണ്ട്. തലേ ദിവസത്തെ സൂര്യാസ്തമയം മുതൽ തുടങ്ങി തൊട്ടടുത്ത ദിവസത്തെ സൂര്യോദയം വരെ നീണ്ടു നിൽക്കുന്ന 1.5 ദിവസത്തെ വ്രതം ഹിന്ദുമതത്തിൽ ചില ആളുകൾ അനുഷ്ഠിക്കാറുണ്ട്. വെള്ളമടക്കം ഒരു ഭക്ഷണവും ഒരു പാനീയവും ഈ സമയത്ത് കുടിക്കാനോ ഭക്ഷിക്കാനോ പാടില്ല. ഭക്ഷണം ഒരു നേരത്തേക്ക് മാത്രം ചുരുക്കുകയോ ചില പ്രത്യേക ഭക്ഷണ പദാർത്ഥങ്ങൾ മാത്രം കഴിക്കുകയോ ചെയ്യുന്ന വ്രതരീതികളും ഹിന്ദുമതത്തിൽ നിലവിലുണ്ട്. ഏതവസരത്തിലും ഉപവാസ സമയത്ത് മാംസാഹാരങ്ങൾ ഹിന്ദുമതത്തിൽ പൂർണ്ണമായും വർജ്യമാണ് എന്നും നമുക്ക് കാണാവുന്നതാണ്. ഈ വ്രതത്തെ ജൈനമതം നോക്കിക്കാണുന്നത് വ്യത്യസ്ത രൂപത്തിലാണ്. ഭിന്ന രൂപത്തിലുള്ള വ്രതാനുഷ്ഠാനങ്ങൾ ജൈനമതത്തിലുണ്ട്. ചൗവിഹാർ ഉപവാസ് എന്നറിയപ്പെടുന്ന രൂപത്തിൽ ഭക്ഷണവും വെള്ളവുമൊന്നും രാത്രിയിൽ പാടില്ല. തിവിഹാർ ഉപവാസ് എന്നറിയപ്പെടുന്ന മറ്റൊരു രൂപത്തിൽ ഭക്ഷണമൊന്നും പാടില്ലെങ്കിലും ചൂടുവെള്ളം കുടിക്കാൻ അനുവദിക്കുന്നു. പാരുഷാന കാലത്താണ് വ്രതം നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളതെങ്കിലും അല്ലാത്ത സമയത്തും അത് അനുഷ്ഠിക്കാവുന്നതാണ് എന്ന് കാണാം. ഭക്ഷണത്തിന്റെ രുചിയിലും അളവിലും ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഉപവാസവും ജൈനമതത്തിലുണ്ട്. ഇലകളും ഉപ്പും കുരുമുളകും മാത്രം ചേർത്ത രുചിയില്ലാത്ത ഭക്ഷണവും കഴിച്ചുകൊണ്ട് ഉപവസിക്കുന്നവരും ജൈനമതത്തിലുണ്ട്. അത് മനുഷ്യന്റെ കൊതിയും വികാരവും കുറക്കുമെന്നാണ് അവർ പറയുന്നത്. ഇനി പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പഠിപ്പിക്കപ്പെട്ട ഇസ്ലാമിലെ വ്രതാനുഷ്ഠാനം എങ്ങനെയാണ് എന്നുകൂടി നോക്കിക്കൊണ്ട് നമുക്കിത് അവസാനിപ്പിക്കാം. പ്രവാചകന്റെ മദീന കാലഘട്ടത്തിൽ 2ാമത്തെ വർഷത്തിലാണ് വ്രതാനുഷ്ഠാനം നോമ്പ് നിർബന്ധമാക്കിയത്. പ്രഭാതം മുതൽ പ്രദോഷം വരെ അന്നപാനീയങ്ങളും ലൈംഗിക ബന്ധങ്ങളും മാറ്റിവെച്ചുകൊണ്ട് പൂർണ്ണമായും ഉപവസിക്കുക എന്നതാണ് ഇസ്ലാമിലെ ഉപവാസത്തിന്റെ രീതി. ഹിജ്റ കലണ്ടറിലെ 9ാമത്തെ മാസമായ റമളാനിൽ എല്ലാ ദിവസവും വ്രതാനുഷ്ഠാനം നിർബന്ധമാണ്. ഒന്നുകിൽ 29 ദിവസം വ്രതാനുഷ്ഠാനമുണ്ടായിരിക്കും, അല്ലെങ്കിൽ 30 ദിവസമുണ്ടായിരിക്കും. എന്തായിരുന്നാലും ആ റമളാൻ മാസത്തിലെ മുഴുവൻ ദിവസങ്ങളിലും വ്രതമനുഷ്ഠിക്കേണ്ടത്, അല്ലെങ്കിൽ പകലിൽ വ്രതമനുഷ്ഠിക്കേണ്ടത് സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. ഈ സന്ദർഭത്തിൽ ആഹാരപാനീയങ്ങളോ ലൈംഗിക ബന്ധമോ ചീത്ത പ്രവൃത്തികളോ മോശപ്പെട്ട സംസാരമോ ഒന്നും പാടില്ല. അതുവഴി സത്യവിശ്വാസി അള്ളാഹുവോട് കൂടുതൽ അടുക്കുകയും കൂടുതൽ ആത്മനിയന്ത്രണമുള്ളവനായി തീരുകയും ചെയ്യുകയാണ്. കയർക്കുന്നതും ഷണ്ഠ കൂടുന്നതും വിലക്കപ്പെട്ടതായതുകൊണ്ട് തന്നെ അവന്റെ സ്വഭാവം നന്നാവുമെന്നുറപ്പ്. വിശ്വാസിയെ കൂടുതൽ തിളക്കമുള്ളവനാക്കി അത് മാറ്റുന്നു. മറ്റുള്ളവരുടെ വിശപ്പറിയാനും അനുഭവിക്കാനും കഴിയുന്നതുകൊണ്ട് അവൻ പാവങ്ങളോട് കൂടുതൽ ഉദാരനാവുകയും ജീവിതത്തിൽ കൂടുതൽ സൂക്ഷ്മതയുള്ളവനും ജാഗ്രതയുള്ളവനുമായി മാറുകയും ചെയ്യുന്നു. അതോടുകൂടി അള്ളാഹുവുമായുള്ള അവന്റെ ബന്ധം കൂടുതൽ ദൃഢതരമാകുന്നു, കൂടുതൽ അടുക്കുന്നു. അള്ളാഹുവെ അവൻ കൂടുതൽ ഭയപ്പെടുന്നു, സൂക്ഷ്മതയും ജാഗ്രതയുമുള്ളവനായി മാറുന്നു. വ്രതം വിശ്വാസിയുടെ പരിചയാണ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. അസ്സിയാമു ജുന്ന, പിശാചിന്റെ ആക്രമണങ്ങളിൽ നിന്ന് അവനെ രക്ഷിക്കുന്ന പരിച, നരകത്തിന്റെ തീയിൽ നിന്ന് അവനെ കാത്തുരക്ഷിക്കുന്ന പരിച. ഖുർആൻ വ്രതത്തെക്കുറിച്ച് പറഞ്ഞത്, അല്ലെങ്കിൽ വ്രതത്തിന്റെ ഉദ്ദേശ്യമായി കൊണ്ട് പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു
കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. സൂറത്തുൽ ബഖറ 183-ാമത്തെ ആയത്ത്. ലഅല്ലക്കും തത്തഖൂൻ, അങ്ങനെ നോമ്പനുഷ്ഠിക്കുന്നത് വഴി നിങ്ങൾ ഭയഭക്തിയുള്ളവരാവുകയും ജീവിതത്തിൽ ജാഗ്രതയും സൂക്ഷ്മതയുമുള്ളവരായി മാറുകയും ചെയ്തേക്കാം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് നിർബന്ധമാക്കിക്കൊണ്ട് അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ വിശദീകരിച്ചിടത്ത് പറഞ്ഞത്. റമളാനിൽ മാത്രമാണ് മുസ്ലിങ്ങൾക്ക് നിർബന്ധ വ്രതാനുഷ്ഠാനമുള്ളതെങ്കിലും മുഹറം 9, 10 തീയതികളിലും ദുൽഹജ്ജ് 9 അഥവാ അറഫാ ദിനത്തിലും ശവ്വാൽ മാസത്തിലെ 6 ദിവസങ്ങളിലും ചന്ദ്രമാസത്തിലെ വെളുത്ത വാവ് ദിവസങ്ങളിലും പ്രവാചകൻ നോമ്പെടുക്കൽ പ്രോത്സാഹിപ്പിച്ചതായി കാണാം. ആഴ്ചയിലെ എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പെടുക്കുന്നതും പ്രവാചകൻ പ്രോത്സാഹിപ്പിച്ചതായി പ്രവാചക വചനങ്ങളിലൂടെ തിരുസുന്നത്തിലൂടെ നമുക്ക് ദർശിക്കുവാൻ കഴിയും. ഈ ഭിന്ന മതങ്ങളിലുള്ള വിവിധ ദർശനങ്ങളിലുള്ള വ്രതാനുഷ്ഠാനത്തെ നാം താരതമ്യം ചെയ്യുമ്പോൾ പൂർണ്ണമായും ദൈവം നിർദ്ദേശിച്ച രൂപത്തിലുള്ള വ്രതാനുഷ്ഠാനം അപ്പടി അനുഷ്ഠിക്കുന്ന, ഒരേ സമയത്ത് ഒരേ രൂപത്തിൽ ഒരേ മനസ്സോടുകൂടി അനുഷ്ഠിക്കുന്നവർ ലോകത്ത് മുസ്ലിങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് കാണുവാൻ കഴിയും. എന്നാലും ഈ വ്രതാനുഷ്ഠാനത്തിന്റെ ഉദ്ദേശ്യവും അതിന്റെ ലക്ഷ്യവുമൊക്കെ ഏകദേശം എല്ലാ മതങ്ങളിലും ഒന്നാണ് എന്ന് തന്നെ നമുക്ക് കാണാം. മനുഷ്യന്റെ ആത്മാവിനെ ബലം കൊടുക്കുകയും ആത്മാവിനെ പരിപോഷിപ്പിക്കുകയും ദൈവവുമായി, അള്ളാഹുവുമായി, ഈശ്വരനുമായി കൂടുതൽ അടുപ്പിക്കുകയും ചെയ്യുന്ന, ഈശ്വരനിലേക്ക് വളരാൻ കഴിയുന്ന രൂപത്തിൽ മാനസിക ഉത്കർഷ, മാനസിക വളർച്ച ഉണ്ടാക്കുകയും ചെയ്യുന്ന രീതിയാണ് എല്ലാ മതങ്ങളിലും ഉപവാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഇങ്ങനെ കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ള സമുദായത്തിന് നിർബന്ധമാക്കിയതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു എന്ന അള്ളാഹുവിന്റെ സൂറത്തുൽ ബഖറയിലെ 183-ാമത്തെ ആ വചനത്തിന്റെ വ്യാഖ്യാനം നമ്മൾക്ക് ഇങ്ങനെയാണ് മനസ്സിലാക്കുവാൻ കഴിയുക. അള്ളാഹുവിന്റെ പൂർണ്ണമായും അള്ളാഹുവിനുള്ള സമർപ്പണവും അനുസരണവുമാണ് ഇസ്ലാമിലെ വ്രതം എന്ന് പറയുന്നത്. ഭക്ഷണം എന്ത് കഴിക്കണം എന്ന് മാത്രം തീരുമാനിക്കാനുള്ള അധികാരം മാത്രമല്ല അള്ളാഹുവിനുള്ളത്, എപ്പോൾ കഴിക്കണം എന്ന് തീരുമാനിക്കുവാനുള്ള അധികാരം കൂടി അള്ളാഹുവിന് വിട്ടുകൊടുത്തുകൊണ്ട് അവനെ പൂർണ്ണമായി അനുസരിക്കുകയും അവന്റെ മുമ്പിൽ സമ്പൂർണമായി കീഴ്പ്പെടുകയും ചെയ്യുന്ന ഒരു ചിത്രമാണ് ഇസ്ലാമിലെ വ്രതാനുഷ്ഠാനം സമൂഹത്തിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നത്. അള്ളാഹു നിർദ്ദേശിച്ചതുപോലെ, പ്രവാചകൻ കാണിച്ചു തന്നതുപോലെ വ്രതമനുഷ്ഠിച്ച് അതിന്റെ പുണ്യങ്ങൾ കരഗതമാക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരമാവധി റമളാനിന്റെ പുണ്യങ്ങൾ നേടിയെടുക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا يا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.